ദൈവരാജ്യം ഐഹികമല്ല. ദൈവരാജ്യം മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. മനസ്സിലാകുന്നുണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നീതിയും. ദൈവത്തിൻ്റെ സ്വഭാവമേ നീതിയാണ്. സങ്കീർത്തനക്കാരൻ എഴുതുന്നു 89:14 നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. നീതി പ്രവർത്തിക്കുന്നവന് ദൈവം, പ്രവർത്തിക്കാത്തവന് ദൈവം അടിപ്പിക്കുകയേയില്ല. നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും, അതാണ് ദൈവരാജ്യം. ആ ദൈവ രാജ്യത്തിൻ്റെ താക്കോൽ യേശു കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. സ്വർഗത്തിൻ്റെ വാതിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, കർത്താവ് അരുളി ചെയ്യുന്ന, திறக்கின்ற தாக்கோல் நான் என்ற கையில் வச்சிருக்கிறேன். மரத்தில் தூங்குന്ന ஏவனும் ശപിക്കപ്പെട്ടവൻ. ഹീറോഡ് രാജാ റോയൽ ഡിഗ്രി, രാജകീയ കൽപ്പന പുറപ്പെടുവിച്ചു. 2 വയസ്സിനും താഴെയുള്ള ആൺകുട്ടികളെ വെട്ടിക്കൊല്ലുവാൻ. യേശുവിനെ ലാക്കാക്കിയുള്ള കൽപ്പന. ആ കൽപ്പന യേശുവിനെ ഏസിയില്ല. പള്ളിക്കകത്തുനിന്ന് പിടിച്ചു കൊണ്ടുപോയി വചനം ഇഷ്ടപ്പെടായിക്കൊണ്ട് മലയിൻ ഉച്ചിയിൽ കൊണ്ടുപോയി തലകീഴ തള്ളിയിടുവാൻ ഭാവിച്ചു. യേശു അവരുടെ അടുക്കൽ നിന്ന് ഒഴുകിപ്പോയി. ആബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ചു. അവിടെയും യേശു മറഞ്ഞുപോയി. തക്ക സമയം വന്നില്ല. കർത്താവിൻ്റെ പദ്ധതി നമ്മുടെ ശിക്ഷ, നമ്മുടെ ഭാരം, നമ്മുടെ രോഗം, നമ്മുടെ ശാപം മാറണമെങ്കിൽ മരത്തിൽ നിന്ന് വന്ന ശാപം മരത്തിൽ തന്നെ തീരണം. അതാണ് ആവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ. മരത്തിൽ തൂങ്ങി നിൽക്കുന്ന ആ നാളിക വന്നപ്പോൾ മരത്തിൽ കർത്താവിനെ തൂക്കി ക്രൂസിൽ തറച്ചു. മരത്തിൽ തൂങ്ങി നിൽക്കുന്ന യേശു പ്രാണൻ പോയി എന്നുള്ള ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവൻ പ്രാണനെ വിട്ട്. ഇനി ഞാൻ അതിനെ വീണ്ടും എടുക്കും. ആമേൻ. He yielded his spirit. The Bible says Jesus gave up his spirit. വിട്ട്, പ്രാണനെ വിട്ടപ്പോൾ മത്തായി സുവിശേഷം 27:51, മത്തായി സുവിശേഷം 27:52, മത്തായി സുവിശേഷം 27:52 പ്രത്യേകിച്ചും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശു പ്രാണനെ വിട്ടപ്പോൾ ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു. ആമേൻ. ഭൂമി കുലുങ്ങി പാറകൾ പിളർന്ന്. അതിൻ്റെ അർത്ഥം ഭൂലോകം തുറന്നു. ആമേൻ. ഭൂലോകത്തിൻ്റെ വാതിൽ തുറന്ന്
ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നപ്പോൾ ഭൂലോകം കർത്താവിന് വേണ്ടി തുറന്ന്, ഭൂലോകത്തിന്റെ വാതിൽ അവൻ തുറന്ന്. രണ്ടാമത് അതേ വചനം മത്തായി സുവിശേഷം 27:52 കല്ലറകൾ തുറന്ന് കല്ലറകൾ പാർത്തിരുന്ന പലരുടെയും ശരീരം ഉയർത്ത്. അതിൻ്റെ അർത്ഥം മത്തായി 27:52 നമ്മ പഠിപ്പിക്കുന്നു, അതോ ലോകത്തിൻ്റെ വാതിലും കർത്താവ് തുറന്ന്. ആമേൻ. ഭൂലോകത്തിൻ്റെ വാതിൽ അവൻ തുറന്ന്, അതോ ലോകത്തിൻ്റെ വാതിലും അവൻ തുറന്ന്. മത്തായി സുവിശേഷം 27:51 മഹാപരിശുദ്ധ സ്ഥലത്തിനും പരിശുദ്ധ സ്ഥലത്തിനും ജെറുസലേം ദേവാലയത്തിൽ രണ്ടും സെപ്പറേറ്റ് ആകുന്ന സ്ഥാനത്ത് നിന്ന് വെയിൽ തിരച്ചില 10 സെന്റിമീറ്റർ കട്ടിയുള്ള തിരച്ചില, 4 ഇഞ്ച്, 1/3 അടി, അത്ര കട്ടിയുള്ള തിരച്ചില. യേശു തൻ്റെ പ്രാണനെ വിട്ടപ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മുകളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി. അതിൻ്റെ അർത്ഥം സ്വർഗത്തിൻ്റെ വാതിലും തുറന്ന്. ആമേൻ. ഭൂലോകത്തിൻ്റെ വാതിൽ തുറന്നവൻ, അതോ ലോകത്തിൻ്റെ വാതിൽ തുറന്നവൻ, പരലോകത്തിൻ്റെ വാതിലും തുറന്ന്. ആ താക്കോൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. ആമേൻ. മറ്റു ഒരുവനിലും രക്ഷയില്ല. അത് യാക്കോബിന് തമ്പുരാൻ ദൈവം അന്ന് കാണിച്ചു കൊടുത്ത്, വെറും ഒരു വടിയും കയ്യിൽ പിടിച്ചു അപ്പനും അണ്ണനും അമ്മയും സമൂഹവും കൈ ഒഴിഞ്ഞ് ഒറ്റയ്ക്കൊരു പരദേശിയായി ജോർദാൻ കടക്കുമ്പോൾ, ബഥേലിൽ ഒരു കല്ലിൽ കിടന്നവൻ മയങ്ങുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ഉൽപ്പത്തി പുസ്തകം 28:12 സ്വർഗത്തോളം എത്തി നിൽക്കുന്ന ഒരു ലാഡർ, കോവണി, ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തി നിൽക്കുന്ന കോവണി, അതാണ് ക്രിസ്തു. ആമേൻ. പരലോകം തൻ്റെ താക്കോൽ കൊണ്ട് തുറന്ന് മഹാഭയങ്കരൻ ക്രിസ്തു, സ്വർഗത്തോളം എത്തി നിൽക്കുന്ന കോവണിയാം ക്രിസ്തു. യോഹന്നാൻ 14:6 യേശു കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മുഖാന്തരമില്ലാതെ, ക്രിസ്തു യേശു എന്നുള്ള ഞാൻ മുഖാന്തരമില്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നേയില്ല. ദ കീ ടു അൺലോക്ക് ഹെവൻ, സ്വർഗത്തിൻ്റെ വാതില് തുറന്ന് നമുക്ക് തരുന്ന ആ താക്കോൽ കർത്താവിൻ്റെ കരത്തിലുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ്റെ കരത്തിൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവോ ആ വാതിൽ തുറന്നു തരുന്ന താക്കോൽ. ദൈവരാജ്യം നിനക്ക് അടഞ്ഞിക്കിടക്കുന്നുവോ, ദൈവരാജ്യത്തിന് നിനക്കും ഒരു ബന്ധമില്ലാത്ത ജീവിതമോ, വീണ്ടും ജനനം എന്നുള്ള താക്കോൽ തന്ന് ദൈവരാജ്യത്തിൽ പാർപ്പിച്ച് പരലോക രാജ്യത്തിൽ എന്നെ കൊണ്ടു ചേർക്കുന്ന താക്കോൽ കർത്താവിൻ്റെ കരത്തിൽ ഉണ്ട്. എല്ലാ താക്കോലും യേശുവിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒരു താക്കോൽ മാത്രം അവൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയം എന്നുള്ള വാതിലിൻ്റെ താക്കോൽ അവൻ വച്ചിട്ടില്ല, അവൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആമേൻ. ലൂദിയ തുറന്നതുപോലെ വചനം കേട്ട ലൂദിയ, അവളുടെ ഹൃദയം അവൾ തുറന്ന്. വെളിപ്പാട് പുസ്തകം 3:20
യേശു നമ്മുടെ ഹൃദയ വാതിൽക്കൽ മുട്ടിക്കൊണ്ടേ നിൽക്കുന്നു. ആ താക്കോൽ അവന്റെ അടുക്കലില്ല, അത് നമ്മുടെ കയ്യിലാണ്. മനസ്സിലായവർ കൈകളെ ഉയർത്തി കൈകളെ തട്ടണം. നിന്റെ വീട് വിട്ട് നീ പുറത്താക്കപ്പെട്ടുവോ, ആ താക്കോൽ കർത്താവ് നിനക്ക് തുറന്നു തരും. ദൈവരാജ്യം വാതിൽ നിനക്ക് അടഞ്ഞുകിടക്കുന്നുവോ, കർത്താവ് നിനക്ക് തുറന്നു തരും. പ്രാർത്ഥനാ ഭവനങ്ങൾ വ്യാപാര ഭവനങ്ങളായി മാറുന്നുവോ, നീ അടച്ചിട്ടാലും അവൻ തുറക്കും, അവൻ തുറന്നു തരും. പരലോകം സ്വർഗത്തിൽ ഞാൻ എത്തിച്ചേരുമെന്നുള്ള ആശങ്കയിലാണോ, നീ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചാൽ സ്വർഗത്തിന്റെ വാതിൽ മക്കളെ നിങ്ങൾക്ക് അവൻ തുറന്നു തരും. പക്ഷേ മനുഷ്യന്റെ ഹൃദയവാതിൽ ദൈവം തുറക്കത്തില്ല, അവൻ നിർബന്ധിക്കുകയില്ല. നീ തുറന്നാൽ അവൻ കയറും. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മുട്ടിക്കൊണ്ട് നിൽക്കുന്ന സുവിശേഷം എന്നുള്ള ക്രിസ്തുവിന് ദൈവ പൈതലേ, നീ നിന്റെ ഹൃദയവാതിൽ നീ തുറക്കണം. ആ താക്കോൽ ഓരോ ആളുകളുടെ കയ്യിലും കർത്താവ് കൊടുത്തിട്ടുണ്ട്. നീ പൂട്ടി വെച്ചാൽ അവനെ കൊണ്ട് കയറുവാൻ കഴിയുകയില്ല. ആ വാതിൽ, ഹൃദയവാതിൽ നീ തുറക്കണം. ഈ വെളിപ്പാട് പുസ്തകം 3:8 കർത്താവ് നൽകിയ വാഗ്ദത്തം ഒരു സഭയോട്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 3-ാം അധ്യായം 7-ാം വചനത്തിൽ ഫിലദൽഫിയ സഭയോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഒരു വാതിലും ആർക്കും നിന്റെ മുമ്പിൽ അടച്ചു വയ്ക്കുവാൻ സഭയെ, ഫിലദൽഫിയ സഭയെ ഞാൻ നിന്നെ വിടുകയില്ല. ഫിലദൽഫിയ സഭയുടെ പ്രത്യേകത, യേശുവിൻ്റെ നാമം നിഷേധിക്കാത്ത സഭ. ആമേൻ. നമ്മുടെ ജീവിതം പരിശോധന ചെയ്യണം. എത്ര വട്ടം ഈ തമ്പുരാന്റെ നാമം നാം നിഷേധിച്ച്, നാം തള്ളിക്കളഞ്ഞ്, നാം വിട്ടു മാറി നടന്ന്. യേശുവിൻ്റെ നാമം, വെളിപ്പാട് 3:7, the church that never denied the mighty name of Christ. യേശുവിൻ്റെ നാമം ഒരു നാളും നിഷേധിക്കാത്ത ഫിലദൽഫിയ സഭയെ. 2, വചനം കാത്തു ജീവിച്ച സഭയെ. 2 കണ്ടീഷൻ. യേശുവിൻ്റെ നാമം ഞാൻ നിഷേധിക്കുകയില്ല എങ്കിൽ ഒരു വാതിലും നിന്റെ മുമ്പിൽ അടയുകയില്ല. ആമേൻ. 2, വചനം കാത്തു ജീവിച്ച സഭ. അങ്ങനെ ഒരു വ്യക്തിയായി നിന്റെ ഹൃദയം വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിച്ചാൽ ഒരു വാതിലും നിന്റെ മുമ്പിൽ അടയുകയില്ല. അതാണ് കർത്താവ് ചോദിച്ചത്, എൻ്റെ മകനെ. ജെറമ്യ 23:26 നിന്റെ ഹൃദയം എനിക്ക് താ, പൂട്ടി വയ്ക്കരുത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും.